ഫെബ്രുവരി 9 ഞായറാഴ്ച. ലൂക്ക 5:1 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ശിമയോൻ പത്രോസിനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ പിടിക്കുക എന്ന ദൗത്യം അപ്പോസ്തലന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും പുരോഹിതന്മാർക്കും ഡീക്കന്മാർക്കും സന്യാസിമാർക്കും കാറ്റക്കിസ്റ്റുകൾക്കും മാത്രമല്ല, തീർച്ചയായും അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ പിടിക്കുക എന്ന കടമ ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ട്. ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ പിടിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായുള്ള നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അതോ അത് ഒരു നിഷിദ്ധ വിഷയമായി മാറിയിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുന്നതിൽ നാം പലപ്പോഴും ആവേശഭരിതരാണെങ്കിൽ, മനുഷ്യരാശിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വാർത്തയായ സുവിശേഷം അവരുമായി പങ്കിടുന്നതിൽ നമുക്ക് കൂടുതൽ ആവേശഭരിതരാകാം. ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, വാട്സപ്പ്, ഇമെയിലുകൾ എന്നിവയിലൂടെ അവർക്ക് സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും അയക്കുന്നതിൽ നാം ആനന്ദം കണ്ടെത്തുന്നുവെങ്കിൽ, അതേ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർക്ക് സുവിശേഷം എങ്ങനെ എത്തിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെ നമുക്ക് ആത്മാക്കളെ പിടിക്കാം? ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ പിടിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഇവിടെ പ്രകൃതിദത്ത മത്സ്യബന്ധന സംരംഭം തന്നെ നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് മീൻ പിടിക്കാൻ പറ്റിയൊരു വലയാണ്. വിവരങ്ങൾ ശേഖരിക്കുന്ന ഇൻ്റർനെറ്റ് പോലെ മത്സ്യബന്ധന വലയും മത്സ്യം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ആത്മാക്കളെ പിടിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ ശേഖരിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ വല നമുക്ക് ആവശ്യമാണ്. ദൈവവചനമാണ് ആ ആത്മീയ വല. മത്സ്യബന്ധന വല കടലിലേക്കോ ജലാശയത്തിലേക്കോ എറിയേണ്ടതുപോലെ ആത്മാക്കളെ പിടിക്കാൻ ദൈവവചനം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതായത് ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിലൂടെ അത് കേൾക്കുന്നവർക്ക് വിശ്വാസമുണ്ടാവുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യാം. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിക്കും? അവർ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വസിക്കും? അവനെ പ്രഖ്യാപിക്കാൻ ആരുമില്ലാതെ അവർ എങ്ങനെ കേൾക്കും? അതിനാൽ ദൈവവചനം പഠിക്കാനും അത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ പ്രഖ്യാപിക്കാനും നമുക്ക് ശ്രമിക്കാം. രണ്ടാമതായി വേണ്ടത് ചൂണ്ടയാണ്, അല്ലെങ്കിൽ ഇര. മത്സ്യങ്ങളെ കെണിയിലേക്ക് അല്ലെങ്കിൽ വലയിലേക്ക് ആകർഷിക്കാൻ ചൂണ്ട ഉപയോഗിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയ്ക്കൊപ്പം നടന്ന അത്ഭുതങ്ങൾ മത്സ്യബന്ധന ആത്മാക്കൾക്ക് ഈ ചൂണ്ടയിലെ ഇര പോലെയായിരുന്നു. നമുക്ക് അത്ഭുതങ്ങളുടെ വരമില്ലായിരിക്കാം, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു തരത്തിലുള്ള ഇരകളുണ്ട്. ക്രിസ്തുവിലേക്ക് പരോക്ഷമായി ആളുകളെ ആകർഷിക്കാൻ നമുക്ക് ദാനധർമ്മം, നല്ല ജീവിതശൈലി മുതലായവ ഇരയായി ഉപയോഗിക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ അവരുമായി നമുക്ക് ദൈവവചനം പങ്കിടാൻ സാധിക്കും.
ഇത് നാം കൂടുതൽ വേഗത്തിൽ ചെയ്യണം. പ്രത്യേകിച്ചും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയും കുറിച്ച് അവർ ചോദിക്കുമ്പോൾ. വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾക്കുള്ള പ്രത്യാശയെക്കുറിച്ച് വിശദീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഏതൊരാൾക്കും ഉത്തരം നൽകാൻ എപ്പോഴും തയ്യാറായിരിക്കുക. തുടർന്ന് കുർബാനയിൽ പങ്കെടുക്കാനോ നമ്മളോടൊപ്പം ആത്മാവിനെ ഉയർത്തുന്ന മറ്റ് ചില പരിപാടികൾ പങ്കെടുക്കാനോ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കാരുണ്യവാനായ കർത്താവിൻ്റെ കരങ്ങൾ ആത്മാക്കളെ സ്വാഗതം ചെയ്യുന്നതിനും രക്ഷിക്കുന്നതിനുമായി എപ്പോഴും തുറന്നിരിക്കും. എന്നാൽ എപ്പോഴും തുറന്നിരിക്കുന്ന കരുണാമയമായ കരങ്ങളിലേക്ക് ആത്മാക്കളെ കൂട്ടിച്ചേർക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ക്രിസ്തുവിനായി ആത്മാക്കളെ പിടിക്കാൻ നമ്മുടെ സമൂഹത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ ആഴക്കടലിലേക്ക് നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.